നമസ്കാരം പ്രിയമുള്ളവരെ, ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാന്റെ വ്യോമപാത തങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്ന് പറഞ്ഞത് ഒട്ടും ശരിയല്ല എന്ന് തന്നെയാണ് സംഗതികൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യയുടെയൊക്കെ റിപ്പോർട്ടുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇറാന്റെ ഫതഹ് ഹൈപ്പർസോണിക് മിസൈലുകൾ നിരന്തരം ഇസ്രായേൽ പതിക്കുന്നുണ്ട്, വ്യാപക നാശനഷ്ടങ്ങൾ വരുത്തുന്നുണ്ട് എന്ന് തന്നെയാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെയൊക്കെ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത്. ഇസ്രായേലി പ്രതിരോധ മന്ത്രാലയത്തിൽ മിസൈൽ പതിച്ചതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു. ഡോമുകൾക്കും അയൺ ഡോമുകൾക്കും താഡ് പ്രതിരോധ സംവിധാനങ്ങൾക്കും പ്രതിരോധിക്കുവാൻ കഴിയാത്ത വിധം ഇസ്രായേലിലേക്ക് ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടാകുന്നതായി തന്നെയാണ് എല്ലാ അന്തർദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ചും സ്പുട്നിക് പോലെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് താഡ് അയൺ ഡോമുകൾ വെറും 144 ചതുരശ്ര കിലോമീറ്ററിനകത്തു വരുന്ന ഇറാന്റെ മിസൈലുകളെയാണ് പ്രതിരോധിക്കുന്നതെന്ന്. അതായത് ഈ 144 കിലോമീറ്ററുകൾക്ക് അകത്തു മാത്രമാണ് താഡിന്റെയും അയൺ ഡോമുകളുടെയും പ്രതിരോധ ശക്തി എന്ന് ചില അന്തർദേശീയ ചാനലുകളൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ സ്പുട്നിക് പോലെയുള്ള ചില ചാനലുകൾ പറയുന്നത് അയൺ ഡോമുകളുടെ പ്രവർത്തനം ഒരു സമയം അതൊരു ഇറാൻ മിസൈലിനെ പ്രതിരോധിച്ചു കഴിഞ്ഞ് അതിന്റെ ബാറ്ററി റീലോഡ് ചെയ്യുന്നതിന് 11 മിനിറ്റ് എടുക്കും. പക്ഷേ അടുത്ത ഇറാന്റെ മിസൈല് 7 മിനിറ്റിനകം വന്നേക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ ആ 7 മിനിറ്റിനടുത്ത് വരുന്ന മിസൈലുകളെ പ്രതിരോധിക്കുവാൻ താഡ് അതുപോലെ ഉള്ള അയൺ ഡോമുകൾക്ക് കഴിയുന്നില്ല. അവരുടെ ബാറ്ററി റീചാർജിന് റീലോഡ് ചെയ്യുന്നതിന് 11 മിനിറ്റ് വേണം. പക്ഷേ ഇറാന്റെ മിസൈലുകൾ 7 മിനിറ്റിനകത്ത് വരുന്നു എന്നാണ്. അതിന് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ പറയുന്ന ഒരു കാരണമുണ്ട്. കഴിഞ്ഞ തവണത്തെ ഇറാന്റെ ആക്രമണത്തിൽ നിന്ന് ഇറാൻ പാഠങ്ങൾ പഠിച്ചോ, അവർ സ്ട്രാറ്റജി മാറ്റി എന്നാണ് പറയുന്നത്. കാരണം കഴിഞ്ഞ തവണ ഇറാൻ മിസൈലുകൾ ഇസ്രായേലോട്ട് വിക്ഷേപിക്കുന്ന സമയത്ത് ഇറാന്റെ മിക്ക മിസൈലുകളും ഇസ്രായേൽ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തകർത്തിരുന്നു. അതിൽ നിന്ന് അത് പഠിച്ച് സ്റ്റഡി ചെയ്ത് ഇറാൻ യുദ്ധതന്ത്രങ്ങൾ മാറ്റി, അഥവാ 11 മിനിറ്റിനകത്ത് മിസൈൽ ഇസ്രായേൽ എത്തിച്ചാൽ ഇസ്രായേൽ നാശനഷ്ടങ്ങൾ വരുത്തുവാൻ കഴിയുമെന്ന് ഇറാൻ മനസ്സിലാക്കി. ബാറ്ററി റീചാർജ് ചെയ്യുന്നതിന് അഥവാ റീലോഡ് ചെയ്യുന്നതിന് ഒരു തവണ അയൺ ഡോമുകൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ബാറ്ററി റീലോഡ് ചെയ്യുന്നതിന് ഏകദേശം 11 മിനിറ്റോളം വേണം. പക്ഷേ ഇപ്പോൾ ഇറാൻ ഓരോ 7 മിനിറ്റിലും ഇസ്രായേൽ ലക്ഷ്യമാക്കി മിസൈലുകൾ പായിക്കുന്നു. അതും ഫതഹ് പോലുള്ള സൂപ്പർസോണിക് മിസൈലുകളാണ്. അതുകൊണ്ടാണ് ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ പറ്റാത്തതെന്ന് സ്പുട്നിക് പോലെയുള്ള മാധ്യമങ്ങൾ അവരുടെ വിശകലനത്തിൽ ചൂണ്ടിക്കാട്ടുകയാണ്. എന്തായാലും യുദ്ധം വിശകലനം ചെയ്യുമ്പോൾ ഇസ്രായേലിന്റെയും ഇറാന്റെയും ഭാഗത്ത് നാശം ഉണ്ടാകുന്നു എന്നാണ് വാസ്തവം. ഇസ്രായേൽ അവരുടെ മൊസാദ് പകർന്നു നൽകിയ അറിവിന്റെ അടിസ്ഥാനത്തിൽ, നേരത്തെ മൊസാദ് ഇറാനിലൊക്കെ കടന്നു കയറിയിട്ടുണ്ടായിരുന്നു, ഇറാന്റെ നയതന്ത്ര തലവന്മാരുടെയും അതുപോലെ സൈനിക മേധാവികളുടെയും ആണവ ശാസ്ത്രകാരന്മാരുടെയും ഇന്റലിജൻസ് മേധാവികളുടെയും മുഖ്യ വാസസ്ഥലം കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. കാരണം അതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും മൊസാദ് ഇസ്രായേലി സൈന്യത്തിന് നൽകിയിരിക്കുന്നു. അത് കേന്ദ്രമാക്കി ആക്രമിക്കുവാൻ ഇസ്രായേലിന് കഴിയുന്നുണ്ട്, അവരെ കൊല ചെയ്യപ്പെടാൻ ഇസ്രായേലിന് കഴിയുന്നുണ്ട് എന്നത് വാസ്തവമാണ്. പക്ഷേ ഇറാനെ സംബന്ധിച്ച് അവർക്കിപ്പോൾ അയൺ ഡോമുകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുവാൻ കഴിയുന്നു. ഇതില് ഇറാൻ ചില പ്രത്യേക കോഡുകൾ അയൺ ഡോമുകളുടെ പ്രവർത്തനത്തെ തടയുന്നതിന് വേണ്ടി, അഥവാ ഇറാൻ ഇസ്രായേലിലോട്ട് മിസൈൽ അയക്കുമ്പോൾ അയൺ ഡോമുകളാണ് അത് മിക്കപ്പോഴും പ്രതിരോധിക്കുന്നത്. ആ പ്രതിരോധം തകർക്കുന്നതിന് വേണ്ടി, അയൺ ഡോമുകളുടെ പ്രതിരോധം തകർക്കുന്നതിന് വേണ്ടി ചില കോഡുകളും ഇറാൻ യൂസ് ചെയ്യുന്ന അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ രണ്ടു ഭാഗത്തും നഷ്ടങ്ങളുണ്ട് എന്ന് തന്നെയാണ് യുദ്ധം വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇറാൻ മിക്കപ്പോഴും ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ വ്യാപാര കേന്ദ്രങ്ങൾ, അതുപോലെയുള്ള മിനിസ്ട്രികൾ, നേരത്തെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്, അതുപോലെയുള്ള സ്ഥലങ്ങൾ ആക്രമിച്ച് നശിപ്പിക്കുവാൻ ഇറാനും കഴിയുന്നുണ്ട് എന്നത് വലിയ വാസ്തവമായി തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ഇസ്രായേൽ പ്രതീക്ഷിച്ചതിനപ്പുറം വലിയ തിരിച്ചടി ഇറാനിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വാസ്തവം. നൂറുകണക്കിന് ഫതഹ് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ നിന്ന് ലഭിക്കുന്ന ഒരു വിവരം. മറ്റൊന്ന്, ഇരു രാജ്യങ്ങളിലും അഭയാർത്ഥി പ്രവാഹം ഉണ്ടാകുന്നു എന്നാണ്. ചരിത്രത്തിലാദ്യമായി ഇസ്രായേൽ അഭയാർത്ഥി പ്രവാഹം ഉണ്ടാകുന്നു എന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. ടെഹ്റാനിൽ നിന്ന് വലിയ ഒരു അഭയാർത്ഥി പ്രവാഹം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, ടെഹ്റാൻ എന്ന് പറയുന്നത് തലസ്ഥാനമാണ്, ഇറാൻ വലിയ രാജ്യമായതുകൊണ്ട് തന്നെ ഈ ടെഹ്റാനിൽ നിന്ന് രാജ്യത്തിന്റെ സുരക്ഷിതമായ ഭാഗത്തേക്ക്, ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കുന്ന ഭാഗത്തേക്ക് ജനങ്ങൾ പലായനം ചെയ്യുമ്പോൾ ഇസ്രായേലിൽ നിന്ന്, കാരണം ഇസ്രായേൽ വളരെ ചെറിയൊരു പ്രദേശമാണ്, അതുകൊണ്ട് തന്നെ ഇസ്രായേലിൽ നിന്ന് സൈപ്രസിലേക്ക്, തൊട്ടടുത്ത രാജ്യമായ സൈപ്രസിലേക്ക് വലിയ അഭയാർത്ഥി പ്രവാഹം ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ചരിത്രത്തിലാദ്യമായി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് അഭയാർത്ഥികൾ ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്തത്. മറ്റൊന്ന്, ഇറാന്റെ ആയുധശേഖരം, അതിനെപ്പറ്റി വലിയ ചർച്ച അന്തർദേശീയ മാധ്യമങ്ങൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം റാഫേൽ ഗ്രേസി, ആറ്റോമിക് എനർജി കമ്മീഷന്റെ ചെയർമാൻ പറഞ്ഞത് ഇസ്രായേലിന്റെ ആണവ ശേഖരണം നശിപ്പിക്കുവാൻ ഒരിക്കലും
ഇസ്രായേലിന് കഴിയത്തില്ല. ഇറാന്റെ ആണവശേഖരം നശിപ്പിക്കാൻ ഒരിക്കലും ഇസ്രായേലിന് കഴിയത്തില്ല. കാരണം അതൊക്കെ ഭൂമിക്കടിയിൽ അന്തർഭാഗത്താണ്. അരമൈലോളം അല്ലെങ്കിൽ 1 മൈലോളം അന്തർഭാഗത്താണ് അത്തരം ആണവ ഊർജ്ജങ്ങളൊക്കെ സൂക്ഷിക്കുന്നത്. ഒരുപക്ഷെ അതിന് മുകളിലുള്ള കെട്ടിടങ്ങൾ മാത്രമായിരിക്കും ഇസ്രായേലിന് നാശനഷ്ടങ്ങൾ വരുത്തുവാൻ സാധിച്ചതെന്ന് അറ്റോമിക് എനർജി കമ്മീഷന്റെ ചെയർമാൻ കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ നിഴലിക്കുന്നത്. ഇറാന്റെ മിസൈൽ സിറ്റി അത് അണ്ടർഗ്രൗണ്ടിലാണ്. അതുപോലുള്ള ആയുധ ശേഖരങ്ങളൊക്കെ യുദ്ധത്തിന്റെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ തന്നെ ഇറാൻ അണ്ടർഗ്രൗണ്ടിലോട്ട് മാറ്റിയിരുന്നു. അത് തകർക്കാനുള്ള ഫെസിലിറ്റീസ് ഒന്നും ഇസ്രായേലിന്റെ കയ്യിൽ തൽക്കാലമില്ല. കാരണം 30,000 കിലോ അതിലധികം സ്ഫോടക വസ്തുക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ അത്തരം ബോംബുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇസ്രായേൽ ഇത്തരം ഭൂമിക്കടിയിലുള്ള ആയുധ ശേഖരങ്ങൾ തകർക്കുവാൻ കഴിയൂ. അത് തൽക്കാലം അത്തരം ബ്ലസ്റ്ററുകൾ ഇസ്രായേലിന്റെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയും അമേരിക്ക യുദ്ധത്തിലേക്ക് വലിച്ചഴിക്കുവാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത് എന്ന രീതിയിലുള്ള അന്തർദേശീയ മാധ്യമങ്ങൾ വിശദീകരണം വരികയാണ്. എന്തായാലും ഇറാന്റെ മിസൈൽ സിറ്റി തുറന്നിട്ടില്ല എന്ന വാർത്ത കൂടി ഈ അവസരത്തിൽ ഇറാന്റെ ഒഫീഷ്യലുകൾ സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇസ്രായേലിന് വലിയ ആഘാതങ്ങൾ വരും എന്ന കാര്യത്തിൽ സംശയമില്ല. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങണം. മറ്റൊരു വീഡിയോ കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.